ധർമ്മടം നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിനെ പോളിംഗ് ബൂത്തിൽ തടഞ്ഞതായി പരാതി. സംഭവത്തിൽ VP അബ്ദുൾ റഷീദ് എടക്കാട് പോലീസിൽ പരാതി നൽകി. മുഴുപ്പിലങ്ങാടി ഭാഗത്തെ 140-141 ബൂത്ത് സന്ദർശിക്കാനെത്തിയ സമയം പരസ്യമായി അസഭ്യം പറഞ്ഞുവെന്ന് ശവത്തീനി എന്ന് വിളിച്ചുവെന്നുമാണ് പരാതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. പിണറായി RC അമല ബേസിസ് സ്കൂളിലെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. നാടിന്റെ പുരോഗതിക്ക് LDF തുടരണമെന്ന് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. LDFന് മാത്രമേ പ്രതിബദ്ധതയോട് നാടിന്റെ വികസനം ഉറപ്പുവരുത്താനാകൂ. പുരോഗതിക്ക് ഇടവേളയുണ്ടാകരുതെന്നും വികസന തുടർച്ചയ്ക്ക് LDF തുടരണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എല്ലാ മേഖലയിലും വികസനം കൈവരിച്ചു. വികസനം തുടരണം. ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാതൃകയാവുന്ന സംസ്ഥാനമായി കേരളം മാറി. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം നേടുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വോട്ട് പിടിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് LDF UDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി നടന്നത് പ്രദേശത്ത് സംഘർഷാവസ്ഥയ്ക്ക് വഴിവെച്ചു. വിളക്കുവെട്ടം LP സ്കൂൾ ബൂത്തിന് പിന്നിലായിരുന്നു സംഭവം. സംഘർഷത്തിനിടെ UDFന്റെ വനിതാ കൗൺസിലർ ഷെമി അസീസ് മർദ്ദനമേറ്റതായി ആരോപിച്ച് ചികിത്സ തേടി. LDF കൗൺസിലറായ സുഭാഷ് ജി നാഥ് ആക്രമിച്ചതെന്നാണ് UDFന്റെ ആരോപണം. എന്നാൽ ആരോപണം സുഭാഷ് ജി നാഥ് നിഷേധിച്ചു. ബൂത്തിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയത് UDF പ്രവർത്തകരാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. വോട്ടെടുപ്പ് ദിവസം സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തേണ്ടിയിരുന്ന ഇത്തരം സംഘർഷങ്ങളിലേക്ക് ഉയർന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.